ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സിനെ കൂട്ടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് മച്ചന്മാരെ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ലൈക്സും കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മച്ചന്മാരെ, നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഫോളോവേഴ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പെയ്ഡ് പ്രൊമോഷനായിട്ട് ഫോളോവേഴ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്കെന്തായാലും ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പരിചയപ്പെട്ടാലോ. മച്ചന്മാരെ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓൾഡ് കുറേ വീഡിയോയിലൊക്കെ കുറേ ആപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ എല്ലാവരും കയറി കാണുക, ചാനലിൽ കയറി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പോയി പരിചയപ്പെടാം. ഞാൻ മൊബൈൽ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ മച്ചന്മാർ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടുന്ന ആപ്പ്. ലക്ഷറി ഫോളോവർ എന്നാണ് ആപ്പിൻ്റെ പേര്. ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സും ലൈക്സും കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ജസ്റ്റ് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. ഈ ആപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് പ്രയോജനമാകുന്ന ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ നമുക്ക് ഫോളോവേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ഫോളോസ് ഓർഡർ ചെയ്യുന്നത്. ഇവിടെ ലൈക്സ് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ലൈക്സ് ഓർഡർ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. മച്ചന്മാരെ, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നൊരു ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ പറയുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരും. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ള 25 അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ആ ഫോളോ ചെയ്ത സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന വെരിഫൈ ആൻഡ് അൺലോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ മച്ചന്മാരെ. ഈ ഒരു പേജ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ തന്നെ ഹൗ ടു അൺലോക്ക് വെബ്സൈറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കാണുക. ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ള കാര്യം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് അൺലോക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്, സിമ്പിളായിട്ട് തന്നെ. തീർച്ചയായിട്ടും ആ വീഡിയോ കാണണേ. ഇനി നമുക്ക് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പരിചയപ്പെടാം. നമുക്കിനി ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആപ്പ് ഓപ്പണായി വരുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ഫേക്ക് അക്കൗണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫേക്ക് അക്കൗണ്ടിൽ ഒരു പ്രൊഫൈൽ കൊടുക്കുക, 4 പോസ്റ്റ് വിട്ടിരിക്കുക. എന്നിട്ട് വേണം ആ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. അതിൻ്റെ രണ്ടാമത്തെ ബോക്സിൽ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആവുന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞോട്ടെ. എനിക്ക് ഈ വീഡിയോയിൽ ഒരിക്കലും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫോ കാര്യങ്ങളോ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പോയി ചെയ്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിതിൽ കോയിൻസ് ഉണ്ടെങ്കിലേ ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റൂ. അപ്പോൾ എൻ്റെ മേളിൽ കോയിൻസ് കാണാൻ സാധിക്കും, വളരെ കുറവാണ്. ഇപ്പോൾ കണ്ടോ, ഒരു 49 കോയിനോളേ ഉള്ളൂ എൻ്റെ മേളിൽ കോയിൻസ്. കണ്ടോ, മേളിൽ കണ്ടോ, 49 കോയിൻസേ എനിക്കുള്ളൂ. അപ്പം കോയിൻ എങ്ങനെ കൂട്ടണമെന്ന് പറഞ്ഞു തരാം. ഇവിടെ കാണാൻ സാധിക്കും ടാസ്ക് എന്ന് പറയുന്ന സെക്ഷനിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തുവാണ്, ലൈക്സ്, ഫോളോവേഴ്സ്. അപ്പം മച്ചാന്മാരെ, ഈ ടാസ്ക് വഴിയാണ് നമ്മൾ കോയിൻ കളക്ട് ചെയ്യുന്നത്. അതായത് ടാസ്കിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ കോയിൻ കളക്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ മാക്സിമം കോയിൻ കളക്ട് ആയതിനു ശേഷം നമുക്ക് പോസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ കോയിൻ കളക്ട് ആവാൻ തുടങ്ങും കേട്ടോ. കുറച്ചൊരു 100 150 കോയിൻ കളക്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ പോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ പോസ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം മച്ചന്മാരെ, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോയിൻ കളക്ട് ആവുന്ന കണ്ടോണേ. ഇപ്പം മേളിലാണെങ്കിൽ 50 കോയിനേ ഉള്ളൂ. എനിക്ക് മേളിൽ 50 കോയിനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം മച്ചന്മാരെ, ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കോയിൻ കളക്ട് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ 50 കോയിനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ കോയിൻ കൂടുന്നത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, 50 കോയിനെയാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
മച്ചാന്മാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ മേളിൽ 51 കോയിനായിട്ടുണ്ട്. എനിക്കിവിടെ നെറ്റ് റേഞ്ച് കുറവായിട്ടാണ് അത് ഇപ്പോൾ കണ്ട 52 ആയിട്ടുണ്ട്. 3 കോയിനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പോസ് ചെയ്യുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ മച്ചാന്മാരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ കോയിൻ കളക്ട് ചെയ്യുന്നത്. ഈ ഫോളോവേഴ്സിനൊക്കെ എത്രയാണ് വിലയെന്ന് കോയിൻ എത്ര കോയിൻ വേണമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ ഫോളോവേഴ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഫോളോവേഴ്സിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 50 ഫോളോവർ കൂട്ടണമെങ്കിൽ 400 കോയിനോളം നമുക്ക് വേണ്ടതായിട്ടുണ്ട് കേട്ടോ മച്ചാന്മാരെ. അതേപോലെ തന്നെ നമുക്ക് ലൈക്സിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ലൈക്സിന് എത്ര വേണമെന്ന് നോക്കാം. നമുക്കിവിടെ 50 ലൈക്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 കോയിൻസേ വേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോയിൻ കളക്ട് ചെയ്യുന്ന സെക്ഷൻ അറിയാലോ. ടാസ്ക് എന്നുള്ള സെക്ഷൻ വഴിയാണ് കോയിൻ കളക്ട് ചെയ്യുന്നത്. ഈ ടാസ്ക് വഴി നിങ്ങളൊരു 100ഓളം കോയിൻ്റെ മേളിൽ കളക്ട് ആക്കിയതിന് ശേഷം ഞാൻ പറയുന്ന ഈ റെഫറൽ കോഡ് അഥവാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ 100 കോയിൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റർ ചെയ്താലേ 200 കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 100 കോയിൻ ഈ ടാസ്ക് വഴി കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ എന്നുള്ള സെക്ഷനുണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റെഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴത്തെ ബോക്സിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം നാണയം ലഭിക്കുന്നതാണ് മച്ചാന്മാരെ. അപ്പം അങ്ങനെ ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഫോളോവേഴ്സ് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫോളോവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന എൻ്റർ ടാർഗറ്റ് യൂസർ നെയിമാണ് ഈ ബോക്സ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, ഒറിജിനൽ അക്കൗണ്ടിൻ്റെ. നിങ്ങളും നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്കല്ലേ ഫോളോസ് കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മളിവിടെ എങ്ങും ലോഗിൻ ചെയ്തിട്ടില്ല, വെറും യൂസർ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട്. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് 100% സേഫാണ്. ഇനി നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂസർ നെയിം ഇതിലേക്ക് ആഡാവും. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവർ കൂടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഫോളോവർ ഓർഡർ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഗെറ്റ് എന്നുള്ളത് അതിൻ്റെ സൈഡിൽ ഗെറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഡയമണ്ട് ഉണ്ടായതിന് ഡയമണ്ട് കൊടുത്താണ് ഞാൻ ഫോളോവർ ഓർഡർ ചെയ്തത്. നിങ്ങൾ കോയിൻ കൊടുത്ത് വേണം ഓർഡർ ചെയ്യാൻ. ഇവിടെ കോയിൻ വരും, അപ്പോൾ കോയിൻ കൊടുത്ത് ഓർഡർ ചെയ്യുക. എനിക്ക് ഡയമണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഡയമണ്ട് കൊടുത്ത് ഫോളോവർ ഓർഡർ ചെയ്യുന്നത്. നിങ്ങൾ കോയിൻ കൊടുത്ത് തന്നെ വേണം ഫോളോവർ ഓർഡർ ചെയ്യാൻ. അതായത് ടാസ്ക് വഴി നമുക്ക് ലഭിക്കുന്നത് കോയിൻസ് ആണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ലോഡിങ് ആവുന്നുണ്ട്. ഞാൻ വീടിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വൈഫൈക്ക് റേഞ്ച് വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് 50 ഫോളോവർ ഓർഡർ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സ് എന്നുള്ള മേൽ കാണുന്ന സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ ഹിസ്റ്ററി എന്നുള്ളൊരു സെക്ഷനുണ്ട്. 1 മിനിറ്റ് മച്ചാന്മാരെ. ഹിസ്റ്ററി, ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത ഫോളോവർ ഇപ്പോൾ 50 ഫോളോവർ ഓൾറെഡി കംപ്ലീറ്റ് ആയി കാണും. അത്രയ്ക്ക് സ്പീഡാണ്. ഞാൻ 1000 ഫോളോവറൊക്കെ ഇടയ്ക്ക് ഓർഡർ ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, 48 ഫോളോവർ കയറി. 50 ഫോളോവറിന് ഓർഡർ ചെയ്തത് 48 ഫോളോവർ ഓർഡറായി. ഇത് കണ്ടോ 1100 ഫോളോവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട്. അടിപൊളി ആപ്പാണ്. പിന്നെ അതേപോലെ ഇതുവഴി ബൈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ കൊടുക്കുന്നുണ്ട് ചീപ്പ് റേറ്റിന്, നമ്മൾ ഫോളോവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് മലയാളികളാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം മച്ചാന്മാർ ഇതിൽ നല്ല കിടിലം വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ. എനിക്ക് പ്രൂഫും കാര്യങ്ങളും എടുത്ത് കാണിക്കണമെന്നുണ്ട്, എന്നാൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോസ് കിട്ടും. കിട്ടിയവരെല്ലാം തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബൈ മച്ചാന്മാരെ.